നമസ്കാരം. ഇന്ന് നേഷൻ ഫസ്റ്റ് ചാനൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. സർ നമസ്കാരം. സർ നമസ്കാരം. നമസ്കാരം സർ, നാളത്തെ ദിവസം സുധാകരന്മാരുടെ ദിവസമാണോ? ഒന്ന് കെ സുധാകരൻ, മറ്റൊരാൾ ജി സുധാകരൻ. സർ, കെ സുധാകരൻ കണ്ണൂർ മത്സരിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതിൽ ചില സത്യങ്ങളില്ലേ? അതുപോലെ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കണമെന്ന് പറയുമ്പോൾ അതിലും ചില കാരണങ്ങളില്ലേ? സർ, ആദ്യം കണ്ണൂരിൽ ബഹുമാനപ്പെട്ട കെ സുധാകരൻ മത്സരിക്കണമെന്ന് പറയുന്നതിലെ കാരണങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ജി സുധാകരനിലേക്ക് പോകാം. നിങ്ങളുടെ ചാനലിന്റെ പേര് പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ഫസ്റ്റ് ആണ്. ആദ്യം പാർട്ടി ഫസ്റ്റ് ആകണം അയ്യപ്പദാസേ, എന്നെങ്കിലല്ലേ നിലനിൽപ്പുള്ളൂ. നമ്മൾ പറയത്തില്ലേ, നമ്മളെ നിലയ്ക്ക് നിൽക്കണമല്ലോ. നമ്മളെ നിലത്ത് നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അഭ്യാസങ്ങൾ കാണിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര വർഷമായി? 10 വർഷമായിട്ട് അധികാരത്തിന് പുറത്താണ്, അല്ലെ? UDF സംവിധാനം 10 വർഷമായിട്ട് അധികാരത്തിന് പുറത്താണ്. 10 വർഷത്തിന് ശേഷം പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നതിനുള്ള കഠിനമായ ശ്രമം, ആത്മാർത്ഥമായ ശ്രമം പല കോണുകളിൽ നിന്ന് എല്ലാ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഒരുപോലെ തുടരുകയാണ്. അങ്ങനെ തുടരുന്ന അവസരത്തില് അതിന് സാധ്യമായ കാര്യങ്ങളിലേക്ക് വേണം പോകാൻ, അല്ലേ? അതിനെ എന്തെല്ലാം തരത്തില് ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. വിട്ടുവീഴ്ചകളും പിന്നെ അഡ്ജസ്റ്റ്മെന്റുകളും ഒക്കെ വേണ്ടി വരും. അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു കലയാണല്ലോ. അത് അവസരങ്ങളുടെ ഒരു കലയാണ്. ആ ആർട്ട് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുന്നതിലാണ് നേതാക്കന്മാരുടെ മിടുക്കെന്ന് പറയുന്നത്. അല്ല ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റൂള്, അല്ലെങ്കിൽ ഞാനാണ് നേതാവ്, അല്ലെ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചാൽ മതി എന്ന് പറയുന്ന പോലെയുള്ള കേഡർ പാർട്ടികളുടെ സ്വഭാവമല്ല കോൺഗ്രസിന്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വർഷങ്ങളുടെ പാരമ്പര്യവും തരത്തിലാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ഫ്ലെക്സിബിലിറ്റിയാണ്, വഴക്കമാണ് അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതിന്റെ ഒരു വലിയ ആകർഷണീയത എന്ന് പറയുന്നത്. ആർക്കും അഭിപ്രായം പറയാം, കോൺഗ്രസിൽ ആർക്കും അഭിപ്രായം പറയാം, ശരിയെന്നുള്ളത് സ്വീകരിക്കും. അത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള നയം. അത് ഈ രാജ്യത്ത് നിലനിന്നതിന്റെ കാര്യവും അത് തന്നെയാണ്. പക്ഷെ പുതിയ ചില സംസ്കാരങ്ങൾ ഇതിനകത്തേക്ക് കയറി വന്നു. ആ കയറി വരവുകളും മറ്റു ചില വിഷയങ്ങളുമാണ് പാർട്ടിയെ ഇത്തരത്തിലായി പറഞ്ഞ വലിയ പ്രതിസന്ധിയിലേക്കൊക്കെ എത്തിച്ചത്. നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരിക. അയ്യപ്പദാസ് ചൂണ്ടിക്കാണിച്ച കെ സുധാകരന്റെ കാര്യം എടുക്കുക. കണ്ണൂരിലെന്നല്ല, കണ്ണൂരിൽ ഇന്നും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ ഏറ്റവും തല എടുപ്പുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം. ഈ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഏത് മണ്ഡലത്തിലും കണ്ണൂര് പിന്നെ കോൺഗ്രസിന് സ്വാധീനമുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇടതുപക്ഷ കോട്ടകൾ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കാവുന്ന കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയും അദ്ദേഹം തന്നെയാണ്. അക്കാര്യത്തിന് സംശയമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചതാണല്ലോ അദ്ദേഹം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെളിയിച്ചതല്ലേ. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിക്കുന്നത് ഏതാണ്ട് 30,000 ഭൂരിപക്ഷം അദ്ദേഹം പറഞ്ഞത്. കണ്ണൂർ അസംബ്ലി സെഗ്മെന്റില് പാർലമെന്റിൽ വിജയിക്കുമ്പോൾ കണ്ണൂർ അസംബ്ലി സെഗ്മെന്റിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 30,000 വോട്ടിന്റെ ലീഡാണ്. ആലോചിച്ച് നോക്കുക. അതെ, 30,000 വോട്ടിന്റെ ലീഡിലാണ് കണ്ണൂർ അസംബ്ലിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ലീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് അസംബ്ലിയോട് പാർലമെന്റ് കണ്ണൂർ അസംബ്ലിയോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത്. വലിയ ദൂരമില്ലല്ലോ അവിടെ നിന്ന്. അതും അതിന്റെ ഭാഗമായിട്ടാണ്. മുനിസിപ്പൽ അതിർത്തി കഴിഞ്ഞാൽ ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലം മുഖ്യമന്ത്രിയുടേതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 തവണയായിട്ട് ജയിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 50,000 പല വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. പക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു കണക്ക് നോക്കുക. ആ കണക്കിനകത്ത് കൃത്യമായിട്ട് അത് വരുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, ഞങ്ങൾ സുധാകരേട്ടനെ ഇവിടത്തേക്ക് ആഗ്രഹിക്കുന്നതിന്റെ കാര്യം എന്തുകൊണ്ട്, കോൺഗ്രസ് സുഹൃത്താണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം ഉൾപ്പെടുന്ന അസംബ്ലി സെഗ്മെന്റില് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ മൊത്തം ഭൂരിപക്ഷം 2,500-600 വോട്ടുകളേ ഉള്ളൂ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 50,000 പല വോട്ടുകൾ ജയിച്ച അസംബ്ലി സെഗ്മെന്റില് LDFന്റെ ലീഡ് എന്ന് പറയുന്നത് നിലവിൽ 2,600 വോട്ടുകളോ മറ്റോ ആണ്. നോക്കി, സുധാകരന്റെ ഒരു കരുത്ത് നോക്കി. അപ്പൊ അങ്ങനെയുള്ളൊരു മണ്ഡലത്തിലേക്കും സുധാകരനെ പരിഗണിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പരിഗണിക്കാവുന്നതാണ്. അദ്ദേഹം ധർമ്മടത്ത് മത്സരിച്ചാലുണ്ടാകുന്ന സാധ്യത എന്താണ്? വലിയ കടുത്ത മത്സരമായി പോകും, ഇല്ല ടൈറ്റ് മത്സരമായി പോകും അവിടെ. LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ താരപ്രചാരകനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. കേരളത്തിലെ 139 മണ്ഡലങ്ങളിലും നടന്ന് പ്രചരണം നടത്തേണ്ടതായ ചുമതല അദ്ദേഹത്തിനാണുള്ളത്.
പക്ഷെ ധർമ്മടത്ത് കെ സുധാകരന് ഇത്തരം ഒരു ടൈറ്റ് ഫൈറ്റ് സാഹചര്യം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു കടുത്ത മത്സരത്തിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും. പുറത്തു പോകാൻ, അല്ലെ, മണ്ഡലം വിട്ട് പുറത്തു പോകാൻ വയ്യാത്ത ബുദ്ധിമുട്ടാകും. പ്രചരണത്തിന്റെ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഇവിടെ തമ്പടിക്കേണ്ടി വരും. അത് തന്നെയാണ് സുധാകരൻ പറയുന്നത്. ഞാൻ കാണിച്ചു തരാം, ഒന്നുകിൽ ഞാൻ സ്വയം കണ്ണൂരിൽ നിന്ന് ജയിച്ച് കാണിക്കാം. അക്കാര്യത്തിൽ ഗ്യാരണ്ടി ആണെന്നാണ് കോൺഗ്രസിന്റെ ആളുകൾ അടക്കം എല്ലാവരും, രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നത്. കണ്ണൂർ അസംബ്ലി സെഗ്മെന്റിൽ സുധാകരൻ പാട്ടും പാടി ജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് ഇതുവരെയുള്ള വോട്ടിംഗ് പാറ്റേണും തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ധർമ്മടത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ എതിരാളി അല്ലെങ്കിൽ LDFന്റെ നേതാവായിട്ടുള്ള ആളിനെ ശരിക്കും ഒരു ധർമ്മ സങ്കടത്തിലാക്കി തരാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അക്ഷൗണിപ്പടയുടെ നടുക്ക് അദ്ദേഹത്തെ ഇട്ടുതരാം എന്നാണ് പറയുന്നത്. രണ്ടും ശരിയായ കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും ഒക്കെയാണ് ഇതിനെ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ 2 ജില്ലകളുടെ ലിസ്റ്റ് ഏതാണ്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഉച്ചവരെ അറിയുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഏതാണ്ട് പട്ടിക പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ട പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ആയിരിക്കാം. മറ്റ് ജില്ലകളുടേതെല്ലാം അടക്കം നാളെ പുറത്തു വരുമെന്നാണ് തോന്നുന്നത്. ആ സമയത്ത് നാളെ സുധാകരന്റെ ദിവസമാണ്. അദ്ദേഹം 3 ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ അണികളും പരസ്യമായിട്ട് പറയുന്നുണ്ട് സുധാകരന് ഒരിക്കൽ കൂടെ മത്സരിക്കാൻ അവിടെ ആഗ്രഹമുണ്ട്. അദ്ദേഹം തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞാൻ അവിടെ പാർട്ടിയെ സുരക്ഷിതമായിട്ട് ആ മണ്ഡലം പിടിച്ചെടുത്ത് തരാം, അക്കാര്യത്തിൽ ഉറപ്പാണെന്ന്. പക്ഷേ നിലവിൽ അദ്ദേഹം എം പി ആണ്. കോൺഗ്രസിന്റെ നയം അനുസരിച്ച്, ഇപ്പൊ ദേശീയ നയം അനുസരിച്ച് എംപിമാരും മത്സരിക്കാൻ, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു എംപിമാര് പോലും മത്സരിക്കേണ്ട. ഒരുപാട് എംപിമാരുണ്ടല്ലോ. അപ്പൊ എല്ലാവരും കൂടെ മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു പാർലമെന്റ് ഇലക്ഷന്റെ സാഹചര്യത്തിലേക്ക് പോകും. അത് വേണ്ട. അപ്പൊ അങ്ങനെ വളരെ കരുതൽ ഉള്ള ആളുകൾ മാത്രം മതി. ആദ്യത്തെ ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു എംപി പോലും മത്സരിക്കേണ്ടെന്നുള്ള, ഒരാൾക്ക് പോലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കേണ്ടതാണ്. സുധാകരൻ ഇപ്പൊ പറഞ്ഞില്ല, പ്രായമായി, അദ്ദേഹത്തിന് ഏതാണ്ട് 80s എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു പക്ഷെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാകാം. അദ്ദേഹത്തിന് ഡൽഹിയിലൊക്കെ പോയി വരാനുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ ആകാം. അതല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടെ താല്പര്യം ഉണ്ടതുകൊണ്ടാകാം. അല്ലെങ്കിൽ പാർട്ടിയെ ഒരു സേഫ് പൊസിഷനിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമാകാം. അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നല്ലോ. ആ ഒരു അധ്യക്ഷ പദവിയിൽ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് തീരുമാനം വരണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് KC വേണുഗോപാൽ, അദ്ദേഹമാണ് പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, അഖിലേന്ത്യാ തലത്തിൽ വലിയ നേതാവുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ആദ്യഘട്ടങ്ങളിൽ ഇങ്ങനെ കേട്ടിരുന്നു. അദ്ദേഹം കേരള പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വരുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തില് ഇന്ന് അവിടെ കോൺഗ്രസിന് അവതരിപ്പിക്കാവുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയും കരുത്തനായ സ്ഥാനാർത്ഥിയും, ഒരു പക്ഷെങ്കിൽ ഒരു സംശയവുമില്ലാത്ത രീതിയിൽ രാഷ്ട്രീയം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കണക്കുകളും വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ്. വളരെ ഈസി. ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം, ആലപ്പുഴ ജില്ലയുമായിട്ട് തന്നെ പൊതുവെ നല്ല താല്പര്യമുള്ള വളരെയേറെ അടുപ്പമുള്ള വ്യക്തിയാണ് ശ്രീ KC വേണുഗോപാൽ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ജയിക്കാവുന്ന മണ്ഡലമാണ്. അപ്പൊ അതുപോലെ ഇപ്പൊ LDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ആലപ്പുഴ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കണം. പ്രത്യേകിച്ച് അമ്പലപ്പുഴയിൽ ഈ തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്നിടത്തോളം സ്ഥിതിക്ക് ജി സുധാകരന്റെ കാര്യത്തിലേക്കാണ് പോകുന്നത്. അതും വേണ്ടി വരും. അതിപ്പോ അയ്യപ്പദാസ് ആദ്യം പറഞ്ഞത് ശരിയാണ്. നാളെ മറ്റൊരു ദിവസം കൂടാണ്, മറ്റൊരു സുധാകരന്റെ ദിവസം കൂടാണ്. അത് ശരിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് CPM-നോട് ചേർന്ന് നിന്ന 63 വർഷത്തെ പാരമ്പര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 63 വർഷത്തെ പാരമ്പര്യമുള്ള നേതാവാണ് ജി സുധാകരൻ. ഇന്നുള്ള നേതാക്കന്മാരിലെ ഏറ്റവും സീനിയർ മോസ്റ്റില് എടുക്കാവുന്ന ഒരു 5 പേരെ എടുക്കാവുന്ന അതിലൊരാള് തന്നെയാണ് അദ്ദേഹം. വളരെ ക്ലീൻ, അല്ലെ, നല്ല ട്രാക്ക് റെക്കോർഡുള്ള മന്ത്രിയുമായിരുന്നു, അല്ലെ, ഇത്രയേറെ ഒരു അഴിമതിരഹിതൻ എന്ന് പറയാവുന്ന ഒരാളുമായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉണ്ടാകുന്ന അനുഭവം നോക്കുക. പാർട്ടിയിൽ സമ്പൂർണ്ണമായിട്ട് തഴയപ്പെടുകയാണ് അദ്ദേഹം. ഒരവസരങ്ങളും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. അദ്ദേഹം തുടങ്ങി ഇന്നിപ്പം നമ്മള് മറ്റേ LDFന്റെ നേതാക്കന്മാരൊക്കെ വിലപിക്കുന്നത് കേട്ടല്ലോ. നമ്മുടെ പാലം ഉദ്ഘാടനം, പൊതുമരാമത്ത് മന്ത്രിയെ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നില്ല, പ്രധാനമന്ത്രി വരുന്ന സമയത്ത്. ഇതേ അവസ്ഥ തന്നെയല്ലായിരുന്നു സുധാകരൻ നേരിട്ടത്. അല്ല സാറേ, പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ. അതെ, കറക്റ്റ് 5 ദിവസം കണ്ടായിട്ടേ ഉള്ളൂ. പെരുമ്പളം പാലം അതിന്റെ തുടക്കത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അദ്ദേഹത്തിന്റെ വലിയ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. വളരെ സ്വപ്ന പദ്ധതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതും ഏതാണ്ട് ആയല്ലോ, കമ്മീഷൻ ചെയ്യുന്നു, ചെറിയ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളിലേക്ക് വരികയാണ്. ഈ 2 സ്വപ്ന പദ്ധതികൾ, പെരുമ്പളവും AC റോഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സുധാകരൻ തന്റെ വീട്ടിലായിരുന്നു, അല്ലേ? വീട്ടിലെ മുറിയിൽ തനിച്ചിരുന്ന ഒരു പക്ഷേ TV-യിൽ അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കുക. ഇടതുപക്ഷ മുന്നണി ഭരിക്കുകയാണ്,
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അത് ഇടതുപക്ഷക്കാരനാണ്, മുഖ്യമന്ത്രി അല്ലെ, വളരെയേറെ അടുപ്പമുള്ള ആളാണ്. എന്നിട്ട് പോലും സുധാകരൻ ഒരു സീറ്റ് അവിടെ കിട്ടിയില്ല. സീറ്റ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്, ആ സീറ്റ് ഒഴിച്ചിട്ടിരുന്നു, സുധാകരൻ പോയില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ട് കേട്ടോ. മുഖ്യമന്ത്രി ഈ പാർട്ടിക്കകത്തോട്ട് അകന്ന് നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ആലപ്പുഴയിലാണ് ചെന്ന് വിമാനത്തിൽ അദ്ദേഹം ഇറങ്ങുന്നത്, ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നത്. ഇറങ്ങിയ സമയത്ത് സുധാകരന്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്, ചെറിയ കിലോമീറ്റർ, ഒരു 200 കിലോമീറ്റർ അകലെയാണ് സുധാകരൻ താമസിക്കുന്നത്. അവിടെ പോവുകയോ അദ്ദേഹത്തോടെ എന്താണ് തങ്ങളുടെ പ്രശ്നം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അതിന്റെ വിഷമമാണെന്നാണ് പറയുന്നത്. അതിന്റെ വിഷമം കൊണ്ട് അദ്ദേഹത്തെ പങ്കെടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നാളെ സുധാകരന്റെ കാര്യത്തിലും ഔദ്യോഗികമായിട്ട് തീരുമാനം വരുമെന്നാണ് ഇന്നിപ്പോ ഉച്ചവരെയുള്ള വാർത്തകളിൽ നമുക്ക് മനസ്സിലാകുന്നത്. നാളെ എന്റെ വീട്ടിൽ വെച്ച്, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അദ്ദേഹം. എല്ലാ മധ്യസ്ഥ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ അവസാനിച്ച് നിൽക്കുകയാണ് ഇന്ന് വരെയുള്ള സമയത്ത്. ഇന്ന് രാത്രി കൊണ്ട് എല്ലാം അവസാനിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ സുധാകരൻ രാവിലെ വിളിച്ചിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇപ്പൊ തന്നെ പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല, പുതുക്കാൻ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ അംഗത്വം രാജിവെക്കുക എന്നുള്ള പ്രശ്നം വരുന്നില്ല. പുതുക്കാത്തത്തോളം ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസലായി പോവുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയ വൃത്തങ്ങളും കേൾക്കുന്ന തീരുമാനം അനുസരിച്ചാണെങ്കിൽ ഈ അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലം, അത് പണ്ട് അദ്ദേഹം ജയിച്ചിട്ടുള്ളതാണ്, അവിടെ മന്ത്രിയായിട്ടുള്ള ആളാണ് അദ്ദേഹം. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് കേട്ടോ, മറ്റാരോടും അല്ല അദ്ദേഹം പറഞ്ഞത്. എനിക്കൊരു ചാൻസ് കൂടെ വേണമെന്ന് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ എം.എ. ബേബിയോട്. എം.എ. ബേബിയുടെ സീനിയോറിറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് സുധാകരനാണ് ഒരു അല്പം കൂടെ സീനിയറായിട്ട് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെയാണ്, സുധാകരനായിരുന്നല്ലോ ആലപ്പുഴ ജില്ല നടന്നത്, പിന്നീടാണ് ബേബി അവിടെ വരുന്നത്, ജില്ലാ സെക്രട്ടറി ആയിട്ടൊക്കെ വരുന്നത്. അപ്പൊ വളരെ അടുപ്പമുണ്ടായിരുന്ന എം.എ. ബേബിയുടെ സൂചിപ്പിച്ചതാണ്, ഒരു ചാൻസ് കൂടെ വേണം. പക്ഷെ കൊടുത്തില്ല, പാർട്ടി പരിഗണിച്ചിട്ടില്ല. അതിന്റെ പേരിലാണല്ലോ എം.വി. ഗോവിന്ദൻ ചിരിച്ചു അല്ലേ, പാർട്ടിയുടെ ജി സുധാകരന്റെ പേര് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയുള്ള ആളെയും പരിഗണിക്കുന്നില്ല. എം.വി. ഗോവിന്ദൻ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ജി സുധാകരൻ അങ്ങനെ ചില സങ്കടങ്ങളെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നാളത്തെ ജി സുധാകരന്റെ വാർത്താ സമ്മേളനം വളരെ നിർണായകമാണ്. ഒരു പക്ഷെങ്കിൽ അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. അങ്ങനെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ UDFന്റെ സപ്പോർട്ട്, UDF ജി സുധാകരനെ പിന്തുണയ്ക്കുമെന്നാണ്. അത് അങ്ങനെ ചില സൂചനകളൊക്കെ വന്നിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടൊക്കെ പറയുന്നില്ലെങ്കിലും സുധാകരന്റെ തീരുമാനം അറിയട്ടെ എന്ന് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ മറ്റൊന്നുമല്ല, നമ്മൾ ആദ്യം പറഞ്ഞ തന്നെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, നല്ല ട്രാക്ക് റെക്കോർഡ്, ഒന്നും പറയാനില്ല അദ്ദേഹത്തെ കുറിച്ച്, ഒരു അഭിപ്രായങ്ങൾ പോലും ഇല്ലാത്തൊരു നേതാവാണ്. അമ്പലപ്പുഴ വലിയ സാധ്യതയുള്ള മണ്ഡലവുമാണ്. അമ്പലപ്പുഴയൊക്കെ UDFന്റെ മണ്ഡലങ്ങളായിരുന്നു. UDFന്റെ കുത്തകയായിട്ടൊക്കെ ഉണ്ടായിരുന്ന മണ്ഡലം വി ദിനകരൻ, അവരെ പോലെയൊക്കെയുള്ള നേതാക്കന്മാരും ഒക്കെ അവിടെ വലിയ നേതാക്കന്മാരായിട്ട് നിന്ന മണ്ഡലങ്ങളാണ്. അതേപോലെ തന്നെ KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷം കൊടുത്തതാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പില്. വളരെ കോസ്റ്റ്ലി ഏരിയ ആണത്. കുറച്ച് പിന്നെ ഈ ആലപ്പുഴ ടൗണിനോട് കുറച്ച് കയറി കിടക്കുന്നുണ്ട്. എന്നാലും നല്ല ഭൂരിപക്ഷം, UDFന് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ്. അവിടെ ഈ സുധാകരനെ പോലുള്ള ആള് മത്സരിക്കുകയും UDFന്റെ പിന്തുണയും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിലവിലുള്ള സിറ്റിംഗ് MLA സലാമിന് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നല്ല ബുദ്ധിമുട്ടെന്നല്ല, വളരെയേറെ പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ടൈറ്റ് മത്സരം, നമ്മൾ പറയുന്നില്ലേ, അതിശക്തമായ ഒരു മത്സരമായിരിക്കും. ഒന്ന് ചോദിച്ചോട്ടെ, സുധാകരൻ ഈ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വിജയം ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇപ്പോഴും അമ്പലപ്പുഴയിൽ? UDFന്റെ സപ്പോർട്ട് വലിയ ഘടകമാണ്, അതിന് യാതൊരു സംശയം. അത് UDF മണ്ഡലമായിരുന്നു, അത് അയ്യപ്പദാസെ, അത് UDFന് നല്ല മേൽക്കോയ്മയുള്ള മണ്ഡലമാണത്. അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. ഇപ്പൊ ആലപ്പുഴയുടെ ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് ഭാഗങ്ങൾ അതിനകത്ത് കയറി വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ പരമ്പരാഗതമായിട്ട് UDFന്റെ ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ എന്ന് പറയുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു 10 വർഷമായിട്ട്, കഴിഞ്ഞ 2 തവണയായിട്ട് വന്നിരിക്കുന്ന ചില പാളിച്ചകൾ, അത് പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ചിലർക്ക് ചില അഭിപ്രായങ്ങളൊക്കെ വരുന്നു, അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിനകത്തിലെ നോട്ടക്കുറവിൻ്റെതായ ചില പോരായ്മകൾ, ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ആ മണ്ഡലം പോയിരിക്കുന്നത്. അപ്പൊ സുധാകരൻ ഉണ്ടായിരുന്ന കാലത്ത് ജയിച്ചപ്പെട്ടതുപോലെ തന്നെയാണ്. സുധാകരൻ ഒരു വലിയ മേൽക്കോയ്മയുണ്ട് അവിടെ. സുധാകരൻ ഈ പറഞ്ഞതുപോലെ പിന്നെ ചോദ്യം ചെയ്യപ്പെടാനാവാത്തൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് നിഷ്പക്ഷരമായ. അപ്പോൾ ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. അപ്പോൾ നമ്മൾ സാർ ഇപ്പോ കെ സുധാകരന്റെയും ജി സുധാകരന്റെയും കാര്യം പറഞ്ഞതുപോലെ കോന്നിയിൽ ഈ പറയുന്ന അടൂർ പ്രകാശ് മത്സരിക്കാൻ സാധ്യതയുണ്ടോ? പാലക്കാട് ഷാഫിയും മത്സരിക്കാൻ, ഇവർ രണ്ടുപേരും ഇപ്പൊ കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ പിന്നെ മറ്റൊന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമില്ല, കോന്നിയിൽ ബഹുമാനപ്പെട്ട അടൂർ പ്രകാശ് വിജയിക്കും. അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഷാഫി അല്ലാതെ മറ്റൊരു ചോയ്സ് കോൺഗ്രസിൽ നിന്ന് ആരെ നിർത്തിയിരുന്നാലും ജയിക്കാനുള്ള ജയസാധ്യത കുറവല്ലേ
എന്നുള്ളതും സത്യമല്ലേ? അപ്പോൾ പാലക്കാടും കോന്നിയിലും ഇവർ രണ്ടുപേരും മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഷാഫിയും അടൂർ പ്രകാശും. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. ഇപ്പൊ കോന്നിയെ കുറിച്ച് പിന്നെ അയ്യപ്പദാസൻ അറിയത്തില്ലേ? കോന്നിയിൽ എത്രയോ അറിയാം. വർഷങ്ങളായിട്ട് MLA ആയിട്ടിരുന്ന ആളാണ് അടൂർ പ്രകാശ്. അദ്ദേഹം അവിടെ മത്സരിക്കുകയാണെങ്കിലോ ജയിക്കുമെന്നുള്ള കാര്യത്തിന് രാഷ്ട്രീയം അറിയാവുന്നവർക്ക് ഒരു സംശയവുമില്ല. നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹം അവിടെ നിന്ന് ജയിക്കും. കാരണം ആ മണ്ഡലം കൈവെള്ളയിൽ കൊണ്ടു നടന്ന ആളാണ് അദ്ദേഹം. വളരെ ഇതുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിനെ വിറപ്പിച്ചതിന്റെ പേരിലാണ് DCC പ്രസിഡന്റ് അവിടെ തോൽക്കേണ്ടി വന്നത്. അത് ഓർക്കുന്നില്ലേ? ബൈ ഇലക്ഷനിൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞ ആളൊരു സീറ്റ് കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു വെറുപ്പ് ഉണ്ടായതിന്റെ പേരിലാണ് DCC പ്രസിഡന്റ് മോഹൻരാജിന് ഇവിടെ തോൽക്കേണ്ടി വന്നത്. അപ്പൊ അത്രയേറെ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഒരു സംശയവുമില്ല. അടൂർ പ്രകാശ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ കോന്നി മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. അതേപോലെ തന്നെ പാലക്കാടിന്റെ കാര്യം. പാലക്കാട് ഇപ്പൊ നിലവിൽ MLA പേരിലുള്ള ചില പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഷാഫിയെ പോലൊരു സ്ഥാനാർത്ഥി അവിടെ ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ BJP അതിശക്തിയായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ശോഭാ സുരേന്ദ്രനെ പോലൊരു സ്ഥാനാർത്ഥിയാണ്. LDF-ന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പോലും ഇതുവരെ വന്നിട്ടില്ല. 3-ാം സ്ഥാനത്ത് പോകാനേ സാധ്യതയുള്ളൂ. ഫലം എണ്ണുമ്പോൾ 3-ാം സ്ഥാനത്തേക്ക് CPM പോകാൻ സാധ്യതയുള്ളൂ. അതെ. അത്തരം വോട്ടുകളിൽ ഷിഫ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഷാഫി ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ് കടുത്ത മത്സരം. ശോഭാ സുരേന്ദ്രനും ഷാഫിയും തമ്മിലായിരിക്കും ആ മത്സരം വരുന്നത്. വലിയ ശക്തമായ മത്സരം നടക്കും. പക്ഷെ ഷാഫിക്ക് പറഞ്ഞെന്നുള്ള ഷാഫിക്ക് മണ്ഡലം നല്ല തിട്ടമാണ്, വളരെ തിട്ടമാണ്. അദ്ദേഹത്തിന് സ്വാധീനിക്കാവുന്ന പല മേഖലകളുമുണ്ട്. കോൺഗ്രസിന്റെ പാർട്ടി വോട്ടുകൾ, UDF-ന്റെ പാർട്ടി വോട്ടുകൾക്കുപരിയായിട്ട് സ്വാധീനിക്കാവുന്ന നല്ല മേഖലകളുണ്ട്. അതുകൊണ്ടാണല്ലോ ശ്രീധരൻ തന്നെ അല്ലെ, ശ്രീധരനെ പോലെയുള്ള ഇന്ത്യയുടെ മെട്രോമാൻ പോലും അവിടെ പരാജയം അറിഞ്ഞതിന്റെ കാര്യം അതുകൊണ്ടാണ്. ഷാഫിയെ പോലെയുള്ള ഒരു വളരെ ചെറുപ്പത്തിലുള്ള നേതാവിന്റെ പരാജയം അറിഞ്ഞതിന്റെ കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം അത്രയേ ഉള്ളൂ. വീണ്ടും ഒരു ഭരണമാണ് UDF ആഗ്രഹിക്കുന്നതെങ്കിൽ, UDF-നെ വീണ്ടും തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചില വിട്ടുവീഴ്ചകൾ, അതിനെ വിട്ടുവീഴ്ച എന്ന് മാത്രം പറഞ്ഞാൽ വിശേഷിപ്പിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഒരു പൊതു രാഷ്ട്രീയം വെച്ച് ഞാൻ പറയുകയാണ്, അതായിരിക്കും നല്ലത്. ഈ 4 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് ഗ്യാരണ്ടിയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമ്മൾ ഇതുവരെയുള്ള കണക്കുകളും മറ്റു കാര്യങ്ങളും വ്യക്തമാക്കുന്നതും ഈ ദിശയിലേക്ക് തന്നെയാണ്. സാർ, അപ്പോ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം സാർ. ഈ 4 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ കെ സുധാകരൻ കണ്ണൂർ മത്സരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ മൊത്തത്തിൽ അവിടെ കണ്ണൂർ എത്ര നിയോജക മണ്ഡലങ്ങളുണ്ടോ അവിടെ അതിന്റെ ഒരു പ്രഭാവം ഉണ്ടാകും. ഈ പറയുന്ന കോന്നിയിലാണ് അദ്ദേഹം അടൂർ പ്രകാശ് മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ അതിന്റെ പ്രഭാവം ഉണ്ടാകും. അത്തരത്തിൽ ഓരോ നേതാക്കന്മാർ ഇത്തരത്തിൽ മത്സരിക്കാൻ, അങ്ങനെയാണ് ഇവരുടെ സ്ട്രാറ്റജി എന്നാണ് നമ്മൾ സാറിനറിയാം. തുടക്കത്തിൽ കേട്ടത് അങ്ങനെയാണ്. ഈ കനകോലു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അല്ലേ സാർ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ പറഞ്ഞില്ലേ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അല്ലെ, പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലേക്ക് വന്നു. കേരളത്തിന്റെ ഒരു മൂലയാണ്, വയനാട് പോലൊരു മണ്ഡലത്തിലാണ് മത്സരിച്ചത്. പക്ഷെ അതിന്റെ പ്രഭാവം എവിടെ വരെ വന്നു? നമ്മുടെ ഈ ഭൂചലനങ്ങളൊക്കെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞതുപോലെയാണ്. അത് ചിലപ്പോൾ അകലെയായിരിക്കും വരുന്നത്, പക്ഷെ അതിന്റെ ഇമ്പാക്ട് ഭയങ്കരമായിരിക്കും. കേരളത്തെ ശരിക്കും പിടിച്ചു കുലുക്കും. അങ്ങനെ കുലുക്കാൻ കഴിയുന്ന നേതാക്കന്മാരാണ് ഇവര് മൂന്ന് പേര്. ഇപ്പൊ പറഞ്ഞതുപോലെ സുധാകരനാണെങ്കിലും ശരി, ഷാഫി ആണെങ്കിലും ശരി, അടൂർ പ്രകാശ് ആണെങ്കിലും ശരി, KC വേണുഗോപാലാണെങ്കിലും 4 നേതാക്കന്മാർ അവരെല്ലാം അത്തരം സ്വാധീനത്തിന് കഴിയുന്നതാണ്. മറ്റു മണ്ഡലങ്ങളെയും ഒരുപക്ഷെങ്കിൽ കേരളത്തിലെ മൊത്തമുള്ള വോട്ടിംഗ് പാറ്റേണിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന നേതാക്കന്മാരാണ്. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി. താങ്ക് യു സാർ.